മോദി ആരെയാണ് ഈ പേടിക്കുന്നത്? നമ്മൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ തീരുവ ഭാരവും തുടരുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി. താരിഫ് നിരക്കുകൾ വർദ്ധിപ്പിക്കുമെന്നും ആ ഭീഷണിയിലുണ്ട്. ഒരു രാജ്യം നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സ്വതന്ത്രമായ തീരുമാനങ്ങളെ, തെരഞ്ഞെടുപ്പുകളെ, വാണിജ്യഘടനയെ, വിദേശ നയത്തെ, നയതന്ത്ര സമീപനങ്ങളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ ശക്തനെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത്? ട്രംപ് വിരട്ടുമ്പോൾ മുട്ടുവിറക്കാത്ത ഒരു വിദേശ നയം നമുക്ക് വേണ്ടേ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പേടിച്ചാണ് നരേന്ദ്രമോദി കഴിയുന്നതെന്ന വിമർശനം കഴിഞ്ഞ ദിവസം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പെട്ടെന്ന് നിർത്തലാക്കിയത് തൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശവാദം ഉന്നയിച്ചിട്ടും ട്രംപിനെ തടയാൻ നരേന്ദ്രമോദി കൂട്ടാക്കുന്നില്ല എന്ന വിമർശനം ലോക്സഭയിലും മുന്നേ തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിദേശ നയങ്ങളിലെ പിടിപ്പുകേട് കൊണ്ടാണ് താരിഫ് യുദ്ധത്തിൽ ഇന്ത്യ ഇത്രയും ഭീമമായ നഷ്ടം നേരിടുന്നതെന്ന വിമർശനം പ്രതിപക്ഷം ഒന്നാകെ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യ പാക് സംഘർഷത്തിൽ തൻ്റെ ഇടപെടലുകൾ നിർണായകമായെന്നും താനാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്നും ലോകം മുഴുവൻ നടന്ന് വീരവാദം മുഴക്കുന്നുണ്ട് ട്രംപ്. ഇതൊക്കെ നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലോ. നാണവും മാനവും ഇല്ലാത്ത പാകിസ്ഥാനാവട്ടെ ട്രംപിൻ്റെ പിന്നിൽ ഇങ്ങനെ വാലാട്ടി നിൽക്കുന്നുമുണ്ട്. കോടിക്കണക്കിന് രൂപ ചെലവിട്ട് ഇന്ത്യക്കകത്തും വിദേശത്തും പ്രചരിപ്പിച്ച വിശ്വഗുരു എന്ന നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായക്ക് ഇപ്പോൾ ഏറ്റവും കനത്ത പ്രഹരമേൽക്കുന്നത് ഹമാരാ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ് എന്ന് അഹമ്മദാബാദിൽ കൊണ്ടുവന്ന് നരേന്ദ്രമോദി എന്നെ പ്രഖ്യാപിച്ച ട്രംപിൽ നിന്നാകുന്നു എന്നത് ക്രൂരമായ വിരോധാഭാസമാണ്. ഉറച്ച നിലപാടുകളില്ലാതെ, എവിടെയും ഉറച്ച നിലപാടുകളില്ലാതെ ദുർബലപ്പെട്ടു പോകുന്ന ഒന്നായി നമ്മുടെ വിദേശ നയം മാറിക്കൂടാ. അതിന് ശക്തമായൊരു പാരമ്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ തീരുവ യുദ്ധത്തിൽ നമ്മുടെ കയറ്റുമതി രംഗമടക്കം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കണമെന്നതിനെപ്പറ്റി ധാരണയൊന്നും നരേന്ദ്രമോദിക്കോ വിദേശകാര്യമന്ത്രി ജയശങ്കറിനോ ഇല്ല എന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു. പണ്ട് 1971 ഒരു യുദ്ധകാലത്ത് പാകിസ്ഥാനൊപ്പം ചേർന്ന് നമ്മെ വിരട്ടാനിറങ്ങിയിരുന്നു അമേരിക്ക. ഇന്ത്യൻ തീരത്തേക്ക് അടുത്തു വന്ന അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ചൂണ്ടി അമേരിക്കയോട് അന്നത്തെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഉരുക്കുവനിത ഇന്ദിരാഗാന്ധി പറഞ്ഞു, കപ്പൽ അയക്കുന്നതും അയക്കാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇന്ത്യയുടെ സമുദ്രാതിർത്തി അത് ഭേദിച്ചാൽ ആ കപ്പലുകളും അതിലെ നാവികപ്പടയും തിരിച്ചു പോണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ആ ധൈര്യത്തിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും നരേന്ദ്രമോദി കാണിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഇങ്ങനെ ദുർബലപ്പെട്ടു പോകില്ലായിരുന്നു. ഈ താരിഫ് യുദ്ധത്തിൽ നമ്മൾ ഇത്രമേൽ നഷ്ടങ്ങൾ നേരിടേണ്ടി വരില്ലായിരുന്നു. മുട്ടുപറക്കാത്തൊരു വിദേശ നയം നമുക്കുണ്ടാകുമായിരുന്നു. ട്രംപിൻ്റെ മുമ്പിൽ വളഞ്ഞിങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നു.